ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ഫേസ്. അപ്പോൾ ഇന്ന് ഹാപ്പി ഫേസ് നിൽക്കുന്നത് ഒരു വൺ ഓഫ് ദി മന്തി റെസ്റ്റോറൻറ്റ് മുമ്പിലാണ്. ഖിസാസ് അൽ അറാബ് മന്തി. ഇത് ആക്ച്വലി നമ്മളൊരു റെക്കമെൻഡേഷൻ ബേസിസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. നമ്മളൊരു ഫ്രണ്ടിൻ്റെ റെക്കമെൻഡേഷനിൽ വന്നതാണ്. അതായത് UAE ഞാൻ അങ്ങനെ ബീഫ് മന്തി കഴിച്ചിട്ടില്ല. ബീഫ് മന്തി നാട്ടിൽ പോപ്പുലറാണ്. നാട്ടിൽ നമ്മൾ എവിടെ പോയാലും ബീഫാണ് കൂടുതൽ, ബീഫും ചിക്കനും തന്നെ കൂടുതലുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ബീഫിൻ്റെ റിബ്സ് കൊണ്ടുള്ളൊരു മന്തി ഉണ്ടെന്ന് കേട്ടിട്ടാണ് ഇവിടെ നമ്മൾ വരുന്നത്. റെക്കമെൻഡേഷൻ ഹൈലി റെക്കമെൻഡഡ് ആയിരുന്നു. വീഡിയോ ഒരു എണ്ണം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും കാണുമ്പോൾ സൂപ്പറാണ്. നമ്മുടെ ബീഫിൻ്റെ റിബ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മട്ടൻ ഹനീത്തോ അങ്ങനെ ഒരു സാധനം കഴിച്ചിട്ടുണ്ട്. ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് തോന്നുന്നു. കാണാനുള്ള ആംബിയൻസും കാര്യങ്ങളെല്ലാം സൂപ്പറാക്കിയിട്ടുണ്ട്. ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് വാവ് തന്നെ പറയേണ്ടി വരും. സ്റ്റാർട്ടറായിട്ട് തന്നെ ഇപ്പോൾ ഒരു സൂപ്പും ഒരു സലാഡും അങ്ങനെ പിന്നെ സത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനൊരു സൂപ്പ് ഉണ്ടാവും, പിന്നെ ഒരു സലാഡ്, പിന്നെ ഒരു സത്ത, പിന്നെ ഇത് ഗ്രീൻ. ഇത് മയനൈസാണോ ഒക്കെ? യോഗട്ടാണ് അല്ലേ? ഇത് ഗ്രീൻ ചട്നി അല്ലേ? ഓക്കെ. ഇത് മട്ടൺ സൂപ്പ്, ഇത് ഗ്രീൻ ചട്നി, ഇത് നമ്മുടെ യോഗട്ട്, തൈര്, പിന്നെ ഇത് നമ്മുടെ സാധാ ടൊമാറ്റോ സത്ത. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ആ മോനതാ വന്നു, നമ്മുടെ സ്വന്തം ബീഫ് റിബ്സ്. ഓ, ഇത് വാഴയിലയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് വന്നേക്കണേ കേട്ടോ. കണ്ട വാഴയില, നമ്മുടെ മന്തി റൈസ്, റിബ്സ്. എല്ലാം ഊരി പോരാൻ തുടങ്ങി. വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞ വായിലിങ്ങനെ വെള്ളം വരിക. ആ ബീഫിൻ്റെ ആ ഒരു കാര്യം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. ആ റിബ്സും കാര്യങ്ങളായിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇനി കഴിച്ച് നോക്കട്ടെ. അപ്പോൾ നമ്മൾ റൈസ് എടുക്കുന്നു. ഇനി നമ്മൾ അതിന് ബീഫിൻ്റെ റിബ്സ് പോർഷൻ, ബീഫിൻ്റെ റിബ്സ് എടുത്തു. ഇതാണ് ആ പോർഷൻ വരുന്നത്. കണ്ടോ, ഫ്ലഷി, ജ്യൂസി. മസാലയൊക്കെ നമ്മുടെ ഒരു സൂപ്പർ മസാലയായിട്ട് തോന്നണേട്ടാണ്. പിന്നെ ആദ്യം മീറ്റ് മാത്രം കഴിച്ച് നോക്കട്ടെ. സൂപ്പർ. ഇത് കഴിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതല്ല കേട്ടോ, സൂപ്പർ തന്നെ. നല്ല ഫ്ലഷി. നോക്കിയാൽ നമ്മളന്ന് ബീഫ് ബ്രിസ്ക്കറ്റൊക്കെ കഴിക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന മീറ്റ് പോലെ പ്രോപ്പർ കുക്കായിട്ടുണ്ട്. മീറ്റ് പ്രോപ്പറായി കുക്കായിട്ടുണ്ട്. റൈസും സൂപ്പർ. റൈസ്. ഇത് വെൽഫുള്ളാണ് കേട്ടോ. ഇത് 70 ദിർഹമാണ് ഒരു പോർഷൻ അവർ ചാർജ് ചെയ്യുന്നത്. ബട്ട് അവർ ആ മസാലയും ആ ഒരു കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ സൂപ്പർ. 2 ആൾക്ക് കഴിക്കാൻ ധാരാളമുണ്ട്. 70 ദിർഹത്തിന് 2 ആൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള സാധനമുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മട്ടൻ ഹനീത്ത് ഉണ്ടല്ലോ, മട്ടൻ ഹനീത്തിനേക്കാളും കുറച്ചും കൂടി എനിക്ക് രസം തോന്നും. മട്ടൻ ഹനീത്ത് കുറച്ച് കഴിക്കും പെട്ടെന്ന് മട്ടും, തലക്കടിച്ച് പോലെ. ഇത് ആ ഒരു രീതിയല്ല തോന്നുന്നത്. ഇത് കുറച്ച് മീറ്റ് നമുക്ക് എല്ലാവർക്കും, ബീഫ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണല്ലോ. എനിക്കിഷ്ടമാണ്. ഞാനങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണല്ലോ സൈഡ് കൂടെ പറഞ്ഞോ. പക്ഷേ ഇതെല്ലാവരും ഇഷ്ടപ്പെടും. ആ ഒരു കാരണം കൊണ്ട് ഇതിൽ ആ ഒരു നെയ്യും ആ ഒരു മീറ്റിൻ്റെ മസാലയുടെ ഫ്ലേവറും ഇതൊക്കെ കൂടി വരുമ്പോൾ ഇതൊരു സൂപ്പർ ഡിഷായിട്ടുണ്ട്. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇത് UAEയിലുള്ളവർക്ക് ഷാർജയിൽ അടുത്താഞ്ച് വേഗം പോകുന്നു, ലേറ്റ് ആക്കണ്ട. ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ. ഇപ്പോൾ കഴിച്ചപ്പോൾ സൂപ്പറായി തോന്നിയിരുന്നു. ഇതിൻ്റെ എല്ലാം ഓക്കെ ബോണാണ്. അപ്പോൾ അത് എത്രമാത്രം കുക്കായിട്ടുണ്ട് അത് കഴിച്ചിട്ടുണ്ടോ ബീഫിൻ്റെ? എൻ്റെ അമ്മ കിറ്റ്കാറ്റ് ഇട്ട പോലെ ക്രഞ്ചി എല്ല്. അതെന്താ കാരണം സൂപ്പർ. പെപ്സി ഇല്ലാതെ നമുക്ക് മന്തി കഴിക്കുന്നത് വലിയൊരു ടാസ്ക്കാണ് അല്ലേ? ഇതിന് മേലെ കൂടെ പുട്ടിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങ ഇടണ പോലെ ഇടയ്ക്ക് പെപ്സി കൊടുത്തില്ലെങ്കിൽ സാധനം ദഹിക്കില്ല. പിന്നെ നമുക്കൊരു വല്ലാത്തൊരു അസ്കതയാണ്.
മതി. എല്ലാവർക്കും ചോദിക്കുന്ന പോലെ റൈസ് വേണോ സാറേ എന്ന് ചോദിക്കുന്നു. ഇനി റൈസ് കഴിക്കാൻ സ്ഥലമില്ല. സംഭവം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ ഞാൻ കുറവാണ് ഇപ്പോൾ. ബട്ട് ഈ ഒരു ബീഫിൻ്റെ റിബ്സ് വെച്ചുള്ള ഹനീത്ത് കൂടി ഉണ്ടെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് വിളിച്ച് ഒരാൾ പറഞ്ഞപ്പോൾ ആ റെക്കമെൻഡേഷൻ പ്രകാരം വന്നതാണ്. സംഭവം വന്നതിലോ കഴിച്ചതിലോ നമുക്കൊരു കുറ്റബോധമില്ല. സൂപ്പർ തന്നെ, ഒരു നഷ്ടമില്ല. നമ്മൾ വയറ് നിറച്ച് മന്തി കഴിക്കുക. വയറ് നിറച്ച് മന്തി കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സുലൈമാനി നോക്കിയേ, നല്ലൊരു സുലൈമാനി. പിന്നെ ഇവരൊരു ട്രഡീഷണൽ സ്വീറ്റ് ഉണ്ട്, ലുക്കീമത്ത്. നമ്മുടെ ഡേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് അതിൻ്റെ മേലെ വെളുത്ത എള്ളിട്ട് അത് ഈ നമ്മുടെ സുലൈമാനിയുടെ ഒപ്പം കഴിക്കുന്നുണ്ടല്ലോ. ചെറുതായിട്ട് ബൈറ്റ് ചെയ്യാം. അന്തസ്സു ഇതാ കൈമ സ്പ്രേ ഒക്കെ അടിച്ച്. താങ്ക് യു ബൈ. അങ്ങനെ നമ്മൾ മന്തിയെല്ലാം കഴിച്ച് കയ്യിൽ പെർഫ്യൂമൊക്കെ അടിച്ച് സൂപ്പറായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് വന്ന് ട്രൈ ചെയ്യണതിൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. ബെസ്റ്റ് ബേസിക്കലി മട്ടൻ അല്ല, ബീഫ് കണ്ടിട്ടാണ് വന്നത്. ബീഫ് ഹനീത്ത് റിബ്സ് റിയലി വേർത്ത്ഫുൾ, റിയലി ഇറ്റ്സ് നൈസ്. അങ്ങനെ വയറ് നിറച്ച് മന്തിയും ചെറിയൊരു സുലൈമാനിയും പിന്നെ ലുക്കീമത്തും കൈ നിറച്ച് സ്പ്രേയും എല്ലാം അടിച്ചിട്ട് ഞങ്ങൾ കഴിച്ചിറങ്ങി. അവിടുന്ന് ഫുഡ് വേർത്ത്ഫുള്ളാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഷാർജയിൽ തന്നെയുള്ളത്. ഞാൻ റെക്കമെൻഡ് ചെയ്ത ആൾക്ക് പ്രത്യേകം താങ്ക്സ് പറയുന്നു. അപ്പോൾ അങ്ങനെ ബീഫ് റിബ്സ് ഹനീത്ത് കഴിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ മെല്ലെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.